നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാൻ ശീലിക്കുക. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പോൾ ഫുഡ് കഴിച്ചാലും ഫുഡ് കഴിച്ചിട്ട് 10 മിനിറ്റ് നടക്കുക. അതിപ്പോൾ രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും രാത്രി ആയാലും നിങ്ങളൊരു 30 വയസ്സ് കഴിഞ്ഞ ആളാണെങ്കിൽ ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ചതിന് ശേഷം കുറച്ച് നേരം നടക്കുക. അപ്പോൾ ഉള്ള ഗുണം എന്നാന്ന് വെച്ചാൽ നിങ്ങളുടെ PPBS അതായത് ആഹാരത്തിന് ശേഷം ബ്ലഡ് ഷുഗർ കൂടാനുള്ള സ്പൈക്ക് ചെയ്യാനുള്ള സാധ്യത ഭയങ്കരമായിട്ട് കുറയും. അതുവഴി ഇൻഫ്ലമേഷൻ്റെ ചാൻസ് കുറയും, ഡയബറ്റീസിൻ്റെ ചാൻസ് കുറയും. അങ്ങനെ നിങ്ങൾക്ക് സൈലൻറ്റ് അറ്റാക്കോ അതുപോലത്തെ ഹാർട്ട് ഡിസീസസ് വരാനുള്ള സാധ്യതയും കുറയും. രണ്ടാമത്തേതെന്ന് പറയുന്നത് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഉറക്കം ഒഴിവാക്കരുത്. എത്ര നേരം നന്നായി ഉറങ്ങാൻ പറ്റുമോ എന്ന് പറഞ്ഞ് 10-12 മണിക്കൂർ കിടന്ന് ഉറങ്ങരുത്. ഐഡിയൽ സ്ലീപ്പ് ഉണ്ട് 6 മണിക്കൂറിനും 8 മണിക്കൂറിനും ഇടയ്ക്ക്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ 7-8 മണിക്കൂർ ഒരു ദിവസം നന്നായി ഉറങ്ങാം. ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, രാത്രി 2 മണിക്ക് കിടന്നിട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് എഴുന്നേൽക്കുന്നത് നല്ല ഉറക്കമല്ല. ഐഡിയലി ഒരു 10-10:30 ഉറങ്ങുക, രാവിലെ 6 മണിക്കുള്ളിൽ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഹാർട്ട് ഡിസീസിനുള്ള റിസ്ക് വളരെയധികം കുറയ്ക്കാൻ പറ്റും. മൂന്നാമത്തേതെന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്ന് പ്ലാസ്റ്റിക് പരമാവധി ഒഴിവാക്കുക. എസ്പെഷ്യലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും ദയവ് ചെയ്തൊരു കാരണവശാലും പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ യൂസ് ചെയ്യാതിരിക്കുക. കാരണം പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലുള്ള താലേറ്റും BPM പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ഫുഡ് വഴി നമ്മുടെ ശരീരത്തിൽ കയറുകയും അത് നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലഡ് വെസലിൻ്റെ ഇൻഫ്ലമേഷൻ കൂട്ടുകയും ക്ലോട്ടിങ് റിസ്ക് കൂട്ടുകയും ചെയ്യും. നാലാമത് എപ്പോഴും കറക്റ്റായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഹെൽത്ത് മോണിറ്റർ ചെയ്യുക. സാധാരണ എല്ലാവരും ചെയ്യുന്ന പരിപാടി എന്നാന്ന് വെച്ചാൽ ടോട്ടൽ കൊളസ്ട്രോൾ നോക്കും. ടോട്ടൽ കൊളസ്ട്രോൾ നോർമലാണോ ഞാൻ ഓക്കെ ആണെന്ന് എഴുതിയിരിക്കും. അങ്ങനെയല്ല. നിങ്ങളിപ്പോൾ 40 വയസ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞു നിങ്ങളുടെ ഫാമിലിയിൽ ഹാർട്ട് ഡിസീസിൻ്റെ റിസ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ട്രൈഗ്ലിസറൈഡ്, LDL, ApoB, പിന്നെ ലൈപ്പോപ്രോട്ടീൻ, ഈ 4 സാധനങ്ങളെങ്കിലും ഒരു 6 മാസത്തെ ഇൻ്റർവെല്ലിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇതുവഴി നിങ്ങൾക്ക് ക്ലോട്ടിങ് റിസ്ക് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യാനും അത് നമുക്ക് ഹാർട്ട് ഡിസീസിലേക്ക് പോവാതെ പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. അഞ്ചാമത്തത് നിങ്ങൾ omega-3 റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശീലിക്കുക. എസ്പെഷ്യലി നിങ്ങളുടെ വീട്ടിലൊരു ഹാർട്ട് ഡിസീസിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ omega-3 റിച്ച് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുമ്പോൾ omega-3 സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കണമെന്നല്ല, പക്ഷേ നിങ്ങൾ ഹാർട്ട് ഹെൽത്തിന് വേണ്ടി നല്ല മീൻ കഴിക്കുക. ഒലിവ് ഓയിൽ പറ്റുമെങ്കിൽ കയ്യിൽ പൈസ ഉണ്ട്, ഒലിവ് ഓയിൽ തന്നെ യൂസ് ചെയ്യുക. അങ്ങനത്തെയൊക്കെ നാച്ചുറൽ സോഴ്സസ് ഓഫ് omega-3 യൂസ് ചെയ്യുക. ഇൻ കേസ് ഇപ്പം നിങ്ങൾക്ക് അതിനൊന്നും സമയമില്ല, ഇപ്പം ഫിഷ് എല്ലാ ദിവസവും കഴിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ omega-3 സപ്ലിമെൻറ്റ് യൂസ് ചെയ്യുക. ഇതെല്ലാം ഉപയോഗിച്ച് നിങ്ങളുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത് സേഫ് ആക്കി വെക്കുക. അറ്റാക്ക് വന്നിട്ട് ചികിത്സിക്കാൻ നിൽക്കരുത്, അറ്റാക്ക് വരാതെ നോക്കുക. അതാണ് എപ്പോഴും നല്ലത്.